അതിന് കടുവേനെ പിടിക്കാനായിട്ടുള്ള സെർച്ചിന്റെ ഇടയ്ക്കല്ലേ ഈ ആക്രമണം ഉണ്ടായത്. അതാണ് കൂടുതൽ സംഭവിച്ചതാണ്. കടുവേനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കടുവ പെട്ടെന്ന് ചാടി വീണി ആക്രമിച്ചു. കടുവ തന്നെയാണ് ആക്രമിച്ചത്. കടുവ അതാണ് കടുവ തന്നെയാണ് ആക്രമിച്ചത് എന്ന് മന്ത്രി സ്ഥിരീകരിക്കുന്നു. നേരത്തെ നാട്ടുകാർ അത് പറയുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കുമെന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയ വിവരങ്ങളുമായുണ്ട്. വിവിധ സംഘങ്ങളായി തിരിഞ്ഞുള്ള തെരച്ചിലാണിന്ന് നടക്കുന്നത്. അതിനിടെയാണിന്നിപ്പോൾ ഇത്തരമൊരു വാർത്ത പുറത്തു വന്നത്. RRT സംഘാംഗത്തിന് കടുവയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നു എന്നുള്ളതാണ്. ആ കടുവ ആ മേഖലയിൽ തന്നെയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കടുവയെ കണ്ടു വീണ്ടും എന്നുള്ളത് നാട്ടുകാർ പറഞ്ഞതാണ്. ഇപ്പോൾ തെരച്ചിലിനിടെ കടുവയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു, ദൗത്യ സംഘത്തിന് പരുക്കേറ്റു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് വരുന്നത്. പ്രതിനിധികൾ തുടരുന്നുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് വിശദാംശങ്ങളുമായി. സുർജിത്ത്, ഇതിപ്പോൾ മന്ത്രി തന്നെ സ്ഥിരീകരിക്കുകയാണ്. ആ സംഘത്തിൽ മറ്റ് ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? എത്ര പേരുള്ള സംഘത്തിലാണ് ഇദ്ദേഹവും ഉണ്ടായിരുന്നത്? മറ്റ് സംഘാംഗങ്ങൾ, അവരുടെ പ്രതികരണങ്ങളൊക്കെ നമുക്ക് എപ്പോൾ കിട്ടും? വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അവിടെ നിന്ന് ലഭിക്കുന്നത്? അത് സമയമെടുക്കും അനുജ. ഇപ്പോൾ വനംവകുപ്പ് സംഘാംഗങ്ങൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് അവസ്ഥ എന്നുള്ള തരത്തിലൊരു സ്ഥിരീകരണം വന്നിട്ടില്ല. എന്തായാലും നമ്മൾ നിൽക്കുന്നത് താഴെയാണ്. ഇവിടെ വനംവകുപ്പും ഒപ്പം തന്നെ പോലീസും ഉൾപ്പെടെയുണ്ട്. എന്താണ് സംഭവിച്ചതിൽ കൃത്യത വേണം. കടുവാക്രമണമാണ്. പേര് ജയസൂര്യ എന്നാണ്. RRT അംഗമാണ്, മാനന്തവാടിക്കാരനാണ്. അദ്ദേഹമാണ് അവിടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഏതാണ്ട് 1 കിലോമീറ്റർ അകലെയാണ് ഈ സംഭവം. വനമേഖലയിലാണ്. ഇന്ന് സംഘങ്ങളായി തിരിഞ്ഞ് RRTയുടെ പരിശോധന നടക്കുകയായിരുന്നു. ആ പരിശോധന നടക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ മേഖലയിൽ കടുവ വന്നിട്ടുണ്ട്, കടുവ ചാർജ് ചെയ്തിട്ടുണ്ട്. കടുവ തന്നെ ആണ് എന്നുള്ളത് മന്ത്രി ORKയോട് സ്ഥിരീകരിക്കുന്നു, ശശീന്ദ്രൻ സ്വീകരിക്കുന്നു. എന്തായാലും ആ നടപടി അവിടെ നടക്കുന്നുണ്ട്. എന്തായാലും വേഗത്തിൽ തന്നെ പരിക്കേറ്റയാളെ എത്തിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ മേഖലയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നാട്ടുകാർക്കും കൃത്യമായ രീതിയിലുള്ള വിവരമില്ല, ഒരു വ്യക്തമായ വിവരമില്ല. കടുവയാണ് ചാർജ് ചെയ്തത് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് കൊണ്ടുവരാനുള്ള ജീപ്പ് ഉൾപ്പെടെ മുകളിലേക്ക് പോയിട്ടുണ്ട്. വനമേഖലയാണ്, അതായത് ഒരു ഭാഗത്ത് തോട്ടം, മറുഭാഗത്ത് വനം. ആ വനമേഖലയിലാണ് ഇത്തരത്തിൽ കടുവയെ സ്പോട്ട് ചെയ്യുകയും ഇന്ന് RRT സംഘങ്ങളായി തിരിഞ്ഞ് ആ മേഖലയിലേക്ക് പോവുകയും ചെയ്തത്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തി വരികയായിരുന്നു. ഇതിനിടയിലാണ് പെട്ടെന്നാണ് അരുൺ സക്കറിയ ഉൾപ്പെടെയുള്ള ആ ടീം മൊത്തത്തിൽ വേഗം ബേസ് ക്യാമ്പിലേക്ക് എത്തുകയും വേഗം വാഹനമെടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അതിന് പിന്നാലെ എത്തിയപ്പോഴാണ് ഈ ഒരു സംഭവം മനസ്സിലാകുന്നത്. വനമേഖലയിലാണ്. ആ മേഖല കേന്ദ്രീകരിച്ച് ഇപ്പോഴും എന്താണ് സംഭവം എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. കടുവയെ സ്പോട്ട് ചെയ്തു എന്നുള്ള വിവരം നമുക്ക് നേരത്തെ ലഭിച്ചിരുന്നു. പക്ഷേ സ്പോട്ട് ചെയ്തതിനിടയിൽ ചിലപ്പോൾ കടുവ ആക്രമിച്ചിരിക്കാം എന്നുള്ളതാണ് കരുതുന്നത്. അല്പസമയത്തിനകം തന്നെ ആളെ ഇവിടേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഈ വലിയ അസ്വസ്ഥത പ്രകടിപ്പിച്ചുകൊണ്ടാണ് അരുൺ സക്രി വേഗത്തിൽ തന്നെ വാഹനമെടുക്കാൻ ഉൾപ്പെടെ ആവശ്യപ്പെട്ടത്. അത് നമ്മൾ കണ്ടതുമാണ്. അദ്ദേഹം പൊടുന്നനെ വേഗത്തിൽ തന്നെ വാഹനമെടുക്കാൻ ആവശ്യപ്പെട്ടു. ഉടൻ തന്നെ വാഹനമെടുത്ത് ഈ ഭാഗത്തേക്ക് വന്നു. അതായത് ഈ രാധയെ ആക്രമിച്ചതിൻ്റെ മറുഭാഗമാണ് ഈ പ്രദേശം. ആ മറുഭാഗം എന്ന് പറയുമ്പോൾ ഈ പ്രദേശത്ത് വനമാണ്. ആ വനമേഖല കേന്ദ്രീകരിച്ചാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നാട്ടുകാരെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിവരം നാട്ടുകാരിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ്. കാരണം അവർക്കും ഇതെന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. അത് കാട് നിറഞ്ഞ ഒരു പ്രദേശമാണ്. ആ കാട് നിറഞ്ഞ പ്രദേശത്താണ് ഇങ്ങനെ ഒരു സംഭവം എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. എന്തായാലും ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഈ അറിയുന്ന വിവരങ്ങളൊന്ന് ഇപ്പോൾ നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ഇതിൽപ്പെട്ട ഒരു RRT അംഗത്തിന് പരിക്ക് പറ്റിയിട്ടുണ്ട്. അത് എത്രമാത്രം ഗുരുതരമാണെന്നുള്ളത് ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടില്ല. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പഞ്ചാരക്കൊല്ലി തറാട്ട് ഏരിയയിലാണ് ഉള്ളത്. അതായത് രാധേച്ചിൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 100-300 മീറ്റർ ദൂരേ ഉള്ളൂ. ഇത് 2 സൈഡും ഫോറസ്റ്റാണ്. ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ് ഇവർ തെരച്ചിൽ സാധനത്തിനെ കണ്ടിട്ട് അപകടം പറ്റിയിട്ടില്ലത്. കൂടുതലൊന്നും നമുക്ക് വിവരം കിട്ടിയില്ല. അപകടം പറ്റിയെന്നില്ല കാര്യം സത്യം. വാഹനം ഈ കാണുന്ന ചെറിയ ഇടുങ്ങിയ റോഡുള്ളൂ. അത് കൂടുതൽ വാഹനങ്ങൾ പോയാൽ ഒരു എമർജൻസിക്ക് നമുക്ക് അവിടെ ഒന്നും സഹായിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ തന്നെ നിൽക്കുന്നത്. രാധയുടെ വീട്, രാധ മരിച്ചു കിടന്ന സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലത്തിന്റെ അടുത്താണോ ഈ പ്രദേശം? ഏകദേശം അടുത്തായിട്ട് വരും. ഇപ്പൊ അന്ന് രാധേച്ചിനെ അവരെ ഭർത്താവ് കൊണ്ടുവിട്ട ഇടുങ്ങിയ വഴിയാണിത്. ഈ വഴി അവിടെ ചെന്ന് എത്തുന്നത് ഈ സംഭവം നടന്നതിന്റെ ഏകദേശം അടുത്താണ്. അതിന്റെ അടുത്താണ് ഇപ്പോൾ ഈ സംഭവം ഇവര് RRTനെ പരിക്ക് പറ്റിയിട്ടില്ലെന്ന് നമുക്ക് പറയുന്നത്. അതുകൊണ്ട് ഇനി നമുക്ക് വെയിറ്റ് ചെയ്തൊക്കെ എന്താണെന്നില്ല.
അത് ഞങ്ങളതും കാത്തിരിക്കണം. കാരണം നമ്മളും സഹകരിക്കുകയാണ്. നമ്മളിപ്പോൾ നിങ്ങളടക്കം അങ്ങോട്ട് വിടാത്തതെന്ന് വെച്ചാൽ ഒരു എമർജൻസി വരികയാണെങ്കിൽ നമുക്ക് അവർക്ക് സേഫ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അതായത് നമ്മളും അത് പാലിക്കുന്നു. വനം വകുപ്പ് ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് പോകരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ വാഹനങ്ങൾ, ആളുകൾ എല്ലാം തന്നെ ആ ഭാഗത്തേക്ക് പോയാൽ സ്വാഭാവികമായും ഈ റെസ്ക്യൂ മിഷനെ ബാധിക്കും. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല. അത് വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ദൗത്യത്തിനിടയിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ ദൗത്യം നടക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ആളെ ഇവിടേക്ക് പുറത്തേക്ക് എത്തിച്ച് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ആളുകൾ പങ്കുവെക്കുന്നത്. ഈ പ്രദേശവാസികൾക്ക് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ കഴിയും. പ്രദേശത്തെക്കുറിച്ച് എങ്ങനെയാണ് ഇവിടുത്തെ ഒരു പ്രദേശം എങ്ങനെയാണ്? ഇവിടെ ഒരു ചോലേൻ്റെ അപ്പുറ സൈഡ് പഞ്ചാരക്കൊല്ലി പ്രിയദർശിനി ടി എസ്റ്റേറ്റ് ആണ്. ഇപ്പുറ സൈഡിലേക്ക് പിന്നെ ഈ പറഞ്ഞ തറാട്ട് എന്ന് പറഞ്ഞ ഭാഗമാണ്. എല്ലാ ഭാഗങ്ങളും ഒരു 500 മീറ്റർ 1 കിലോമീറ്റർ പരിധിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. ഇപ്പോൾ ഈ മിഞ്ഞാന്ന് ബോഡി കടന്ന ഭാഗം അതന്നെ. അപ്പോൾ എന്ത് വന്നാലും സംഭവം മിക്കവാറും ഇപ്പോൾ ഇന്നിവിടെ ഒരു രോഗിക്ക് ഇങ്ങനെ മാന്തൽ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെ അത് ഈ പറഞ്ഞ 500 മീറ്റർ പരിധിയിലേ വരുള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ആ അപ്പർ റോഡിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ ഈ 500 മീറ്റർ പരിധിയേ വരുന്നുള്ളൂ. ഇങ്ങനെ പോവുകയാണെങ്കിൽ അപ്പോൾ ഫോറസ്റ്റുകാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമ്മളിപ്പോൾ ഇവിടെ ആൾ കൂടിയിരിക്കുമ്പോൾ ഇതിലെ തന്നെ കൊണ്ടുവരുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ സാധ്യത വളരെ കുറവാണ് ഇതിലെ കൊണ്ടുവരാൻ. അപ്പുറത്ത് കൂടെ വഴി അവരെ ഫോറസ്റ്റ് 4 വീൽ വണ്ടിയാണ്, അവർക്ക് അപ്പുറം വഴിയിലൂടെ കടന്നു പോകാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ട്. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് പഞ്ചാരക്കൊല്ലിയിൽ നിന്ന് അല്പസമയം മുൻപ് വന്നത്. കടുവയെ പിടികൂടുന്നതിനുള്ള ദൗത്യത്തിനിടെയാണ് ആക്രമണമുണ്ടായത്. RRT സംഘത്തിന് നേരെ കടുവയാണ് ആക്രമിച്ചത് എന്ന് മന്ത്രി OR കേളി 24 സ്ഥിരീകരിച്ചു. 24-ലൂടെ മാത്രമാണ് അത്തരത്തിലൊരു സ്ഥിരീകരണം മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് തത്സമയ ദൃശ്യങ്ങളാണ്.